ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓരോ സീരീസിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും ടെന്നറിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എത്ര സീരീസുകളുണ്ട്, നമുക്ക് ഓരോ സീരീസുകളും 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. 7 സീരീസുകളാണ് വരുന്നത്. 7ാമത്തെ സീരീസ് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ആണ്. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്താണ് പോകുന്നത്. അതുപോലെ ടെന്നർ 6 വർഷമാണ് ടെന്നർ വരുന്നത്. ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ 12.25%. ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് വരുന്നത് സീരീസ് 7നാണ്. അതുപോലെ സീരീസ് 4 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് മന്ത്ലി ആണ്, മാസത്തിലാണ്. അതിന്റെ ടെന്നർ വരുന്ന 5 വർഷവും 1 മാസവുമാണ്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 12%. അതുപോലെ നമ്മൾ സീരീസ് 3 നോക്കുവാണെങ്കിലും അതൊരു മാസം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് പേ ഔട്ട് കിട്ടുന്ന ഒരു സീരീസ് ആണ്. അതുപോലെ തന്നെ ടെന്നർ വരുന്ന 3 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുവാണെങ്കിൽ 11.25%. അതുപോലെ നമ്മൾ സീരീസ് 6 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ടെന്നർ നോക്കുവാണെങ്കിൽ 2 വർഷമാണ്. ഇൻട്രസ്റ്റ് വരുന്ന 11%. അതുപോലെ സീരീസ് 2 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മാസത്തിലാണ്. ടെന്നർ വരുന്ന 2 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10.8%. അതുപോലെ നമ്മൾ സീരീസ് 1 നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മാസത്തിലാണ്. അതിന്റെ ടെന്നർ വരുന്ന 1 വർഷവും 6 മാസവുമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 10.25%. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കമ്പനി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ലോണിനാണ്. അതിന് പുറമെ അവർ ചെറിയ ചെറിയ മൈക്രോ കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിൽ കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സർവീസുകളാണ് ഗോൾഡ് ലോണിന് പുറമെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ. ബോണ്ട് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് മാർച്ച് 2 മുതലാണ്. ബോണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16 മാർച്ചാണ്. ഫേസ് വാല്യൂ വരുന്നത് 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 10,000 രൂപയാണ്. അലോട്ട്മെന്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ മാർച്ച് 18 വരുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 19 മാർച്ചാണ്. നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിസിൽ റേറ്റിംഗ് നോക്കണം. ഇവിടെ ക്രിസിൽ റേറ്റിംഗ് വരുന്നത് BBB നെഗറ്റീവ് ആണ്. റിസ്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ മോഡറേറ്റ്ലി റിസ്ക്, അതായത് നമ്മൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം റിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേ ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ സീരീസ് 7 ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 6 വർഷമാണ് ടെന്നർ വരുന്നത്. അപ്പം മിനിമം ഏത് സീരീസിലാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 10,000 രൂപയാണ്. ഇപ്പം നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ അത് 20,000 രൂപയായിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് അതിന്റെ പീരീഡ് കഴിയുമ്പോഴത്തേനും. അപ്പം ഏതാണ് നമുക്ക് മന്ത്ലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ മാസത്തിൽ നമുക്കൊരു 138 രൂപ ലഭിക്കുന്നുണ്ട്. ഡിബഞ്ചറിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ്. അതുപോലെ ഡിബഞ്ചർ ട്രസ്റ്റ് നോക്കുവാണെങ്കിലോ മിഡ്കോൺ ക്രെഡൻഷ്യൽ ട്രസ്റ്റിഷിപ്പ് ആണ്. അപ്പം ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്.